ഹായ് ഗായ്സ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ഏതായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ എവിടെ, എങ്ങോട്ട് എന്നൊരു തീരുമാനം മാത്രം ആയിട്ടില്ല. അതേപ്പറ്റി മനുവിനോട് സംസാരിക്കുന്നത് പോണം, ഞാൻ പോകാതെ പ്രശ്നങ്ങൾ തീരില്ല മനുവേട്ട എന്ന് പറയുമ്പോൾ മനുവിനും അതിശയമാകുന്നുണ്ട്. നീ പോയാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് മറുചോദ്യം ചോദിക്കുന്നുണ്ട് മനു. ഇതേ സമയം ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് എല്ലാവരും കഴിക്കാനിരിക്കുന്നു. വൈജയന്തിയും ശിവനും മനുവും രോഹിത്തും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി തുടങ്ങി ചൊറിയുന്ന വർത്തമാനം. കണ്ടവന്മാരും കണ്ടവളുമാരും പറയുന്നത് കേട്ട് ചാടിയാൽ എന്നാ പറ്റുമെന്ന് അവൻ അനുഭവമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശിവനും അലീനയും വല്ലാതായി. കമല ചോദിക്കുന്നുണ്ട്, അതെന്താ വൈജയ്, നീ അങ്ങനെ ഒരു വർത്തമാനം എന്ന് പറഞ്ഞു. ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് കേട്ടവർമാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വൈജ പറയുമ്പോൾ അതുകൊണ്ടാണ് അമ്മയ്ക്കത് കൊണ്ടത് എന്ന് മനുവും പറയുന്നുണ്ട്. അത് കേട്ടതും കമലയ്ക്ക് ദേഷ്യം വന്ന് എഴുന്നേറ്റു. നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ കമിഴ്ത്തുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് റൂമിൽ പോയി വാതിലടച്ചു. ഇത് കണ്ടപ്പോൾ വൈജയ്ക്ക് അത്രയും പറയേണ്ടേ ഇരുന്നില്ല എന്ന് തോന്നി. മുഖമൊക്കെ വല്ലാതെ ആകുന്നുണ്ട്. വീണ്ടും മനുവിനെയും അലീനയെയും കാണിക്കുന്നുണ്ട്. പോവുകയല്ലാതെ എവിടെ, എങ്ങോട്ട് എന്ന ചോദ്യം എൻ്റെ മുന്നിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്. അതിനൊരു തീരുമാനം എടുക്കണമെങ്കിൽ എനിക്ക് മനുവേട്ടൻ്റെ സഹായം വേണം എന്ന് പറയുന്നുണ്ട് അലീന. അത് കേൾക്കുമ്പോൾ മനു ആലോചിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ശരിക്കും നോവലിൽ, അതായത് കഥയിൽ, അലീനയെ അവളുടെ ശരിക്കും അച്ഛനായ സ്റ്റാൻലി ജോസഫിനെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. അയാളെ അന്വേഷിക്കുന്നതും ഏൽപ്പിക്കുന്നതുമെല്ലാം നമ്മുടെ ബാലചന്ദ്രൻ തന്നെയാണ്. ഇനി സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തും അലീന സുരക്ഷിതമാണോ എന്ന ചിന്തയിലാണ് ബാലചന്ദ്രൻ. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.